സെൻകുമാർ വിഷയത്തിൽ പിണറായി വിജയനെ പിന്തുണച്ച യൂത്ത് ലീഗ് 2 ദിവസത്തേക്കെങ്കിലും സെൻകുമാറിനെ മാറ്റിയ പിണറായിയാണ് ശരിയെന്നും സെൻകുമാറിന്റെ നിലപാട് വർഗീയവാദികളെ പോലും നാണിപ്പിക്കുന്നതാണെന്നും യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരം. വിവരങ്ങളുമായി പി വി കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, സെൻകുമാറിന്റേതെന്ന് കരുതുന്ന ഒരു തികഞ്ഞ വർഗീയ പരാമർശം ഇന്നലെ പുറത്തു വന്നിരുന്നു. ഒരു സാഹചര്യത്തിലാണോ യൂത്ത് ലീഗിന്റെ പിന്തുണ? മുൻ DGP സെൻകുമാറിന്റെ വിവാദ അഭിമുഖത്തിന് തൊട്ടു പിന്നാലെയാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരം സെൻകുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി ഏത് ചങ്ക് പറിച്ചാണ് ഞങ്ങൾ കാണിക്കേണ്ടത് എന്നാണ് നജീബ് കാന്തപുരം സെൻകുമാറിനോട് ഫേസ്ബുക്കിൽ ചോദിച്ചിരിക്കുന്നത്. സമൂഹവുമായി ദീർഘകാലം അടുത്തിടപെടുകയും സാമൂഹ്യ സംവിധാനങ്ങളുടെ സൂക്ഷ്മ ചലനങ്ങൾ പോലും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഉന്നത പോലീസ് മേധാവിയായി ഇരുന്ന ഒരാളുടെ ഈ അഭിപ്രായം എന്ന നിലയിൽ ഇത് പൊതുബോധത്തിൽ ഉണ്ടാക്കാനിടയുള്ള സ്വാധീനം വളരെ ആഴത്തിലുള്ളതാണ് എന്നാണ് നജീബ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. കടുത്ത വർഗീയവാദികളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്താൻ സെൻകുമാറിനെ പ്രേരിപ്പിച്ചത് ഏത് ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത സെൻകുമാറിനുണ്ട് എന്നും നജീബ് കാന്തപുരം പറയുന്നു. ഇത്രയും വർഗീയപരമായി ചിന്തിക്കുന്ന സെൻകുമാറിനെ 2 ദിവസത്തേക്കെങ്കിൽ 2 ദിവസത്തേക്ക് ഈ DGP കസേരയിൽ നിന്ന് മാറ്റിയിരുത്തിയ പിണറായിയാണ് ശരി എന്നുകൂടെ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നജീബ് കാന്തപുരം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. വ്യക്തമാണ്. കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ കോഴിയിറച്ചി വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. കോഴി വ്യാപാരികളുമായി സർക്കാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. 1 കിലോ കോഴി 87 രൂപയ്ക്ക് വിൽക്കാനാകില്ലെന്ന് വ്യാപാരികൾ സർക്കാരിനെ അറിയിച്ചു. സമരം സർക്കാരിനോടുള്ള വെല്ലുവിളിയാണെന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും വ്യാപാരികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. 13 രൂപയുടെ ഇളവാണ്. അത് കൂടുതൽ പറ്റത്തില്ല. ഇത്തരത്തിലുള്ളൊരു വിലപേശലിന് സർക്കാരില്ല. ശാശ്വതമായിട്ട് എല്ലാ കാലത്തേക്ക് ഈ വില തന്നെ നിലനിർത്തണം എന്നൊന്നും പറയാനുള്ള അവകാശം സർക്കാരിനില്ല. 14.5% നികുതി കുറച്ചപ്പോൾ 40% വില വർധന വരുത്തുകയും ചെയ്തു. 40%. ജനങ്ങളോടും സർക്കാരിനോടും ഒക്കെ ഉള്ള ഒരു സംഘത്തിന്റെ വെല്ലുവിളിയാണ്. ഷാജഹാൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷാജഹാൻ, ചർച്ചയിൽ വ്യാപാരികൾ ഉന്നയിച്ച മറ്റ് ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? മറ്റ് വിശദാംശങ്ങൾ കൂടി. ഗ്രീഷ്മ, പ്രധാനമായിട്ടും GST നിലയിൽ വന്നതിന് ശേഷം 14.5% പൊതുവെ വില നികുതി ഇളവ് വന്നിരിക്കുന്നത്. ഈ നികുതി അനുസരിച്ചിട്ടുള്ള വിലയ്ക്ക് കോഴി വിൽപ്പന നടത്തണമെന്നുള്ളതാണ് സർക്കാരിന്റെ ആവശ്യം. അങ്ങനെ വരുമ്പോൾ 103 രൂപ വരെയുണ്ടായിരുന്ന കോഴി 87 രൂപയ്ക്ക് വിൽക്കേണ്ടി വരും. ഈ ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ധനമന്ത്രി ഇന്ന് നടത്തിയ ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. ഇതിൽ നിന്നും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ലെന്നും മന്ത്രി പറയുകയുണ്ടായി. പക്ഷേ വ്യാപാര സംഘടന ഇതുവരെ വ്യാപാരം നടത്തുന്ന സംഘടനാ നേതാക്കൾ പറയുന്നത് ഇത് തികച്ചും തെറ്റായ ഒരു നിലപാടാണ് സർക്കാരിൻ്റെത്. ഈ നിലപാടുമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. കാര്യം ഉൽപാദന ചെലവും മറ്റും കണക്ക് കൂട്ടുമ്പോൾ ഈ കോഴിയിറച്ചി വിപണിയിൽ എത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തങ്ങൾ നാളെ മുതൽ കടയടപ്പ് സമരത്തിലേക്ക് പോവുകയാണെന്നുള്ള നിലപാട് വ്യാപാരികളും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരായിട്ട് സർക്കാർ ബദൽ സംവിധാനം കൊണ്ടുവരുമെന്നും ഇത്തരത്തിൽ കോഴി ഇറച്ചി വ്യാപാരം നടത്തുന്ന സംഘടനാ നേതാക്കളുടെ മുകളിൽ ചില വമ്പന്മാർ ഇരിപ്പുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാർ വ്യാപകമായിട്ട് നികുതി വെട്ടിപ്പും മറ്റും നടത്തി വരികയാണ്. ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനുള്ള നിലപാടുകളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ള മുന്നറിയിപ്പും ധനമന്ത്രി നൽകുകയുണ്ടായി. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിനു പിന്നിലെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക്. 1-ാം പ്രതി പൾസർ സുനി ജയിലിൽ ഫോൺ ഉപയോഗിച്ചത് സംബന്ധിച്ചുള്ള അന്വേഷണം പൂർത്തിയായി. പൾസർ സുനി ജയിലിൽ ഫോൺ ഉപയോഗിച്ചത് സംബന്ധിച്ച അന്വേഷണം ഏറെക്കുറെ പൂർത്തിയാക്കി. സുനിയെയും സഹതടവുകാരെയും കാക്കനാട് ജയിലിലെത്തിച്ച് കഴിഞ്ഞ ദിവസം പോലീസ് തെളിവെടുത്തിരുന്നു. സുനിക്ക് ജയിലിൽ വെച്ച് കത്തെഴുതി നൽകിയ വിപിൻ ലാൽ, ജയിലിൽ ഫോൺ ഉപയോഗിച്ച മേസ്ത്രി സുനിൽ എന്നിവരെയാണ് പോലീസ് സംഘം കാക്കനാട് ജയിലിലെത്തിച്ചത്. ഫോൺ ഉപയോഗം പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. നാദിർഷയെയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുമാണ് വിളിച്ചതെന്നാണ് ഇവർ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയത്. ഫോൺ വിളി ഗൂഢാലോചനയ്ക്കാണോ ബ്ലാക്ക് മെയിലിംഗിനാണോ എന്നാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. ഇത് സംബന്ധിച്ച് പോലീസിന് ലഭിച്ച മൊഴികൾ പരസ്പര വിരുദ്ധമാണ്. ജയിലിൽ നിന്ന് എഴുതിയ കത്ത് ഗൂഢാലോചനയ്ക്കുള്ള തെളിവാണെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. കേസിൽ ഫോൺ വിളി നിർണായകമായതിനാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തിയതിനു ശേഷമേ പോലീസ് അടുത്ത നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. അതേസമയം ആരോപണ വിധേയരുമായി അടുത്ത ബന്ധമുള്ളവരുടെ മൊഴിയെടുക്കൽ തുടരും. നേരത്തെ ലഭിച്ച ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ സിനിമാ രംഗത്തെ ചിലരെ കൂടി പോലീസ് മൊഴിയെടുക്കലിനായി വിളിച്ചുവരുത്തിയേക്കും. ഫോൺ വിളി കേസിലെ അന്വേഷണം പൂർത്തിയായാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് ഇതുവരെ ലഭിച്ച
മൊഴികളും തെളിവുകളും വിലയിരുത്തും. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനാൽ സുനിയെയും സഹതടവുകാരായ മറ്റു പ്രതികളെയും നാളെ കോടതിയിൽ ഹാജരാക്കും. അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായതിനാൽ കൂടുതൽ ദിവസം പ്രതികളുടെ കസ്റ്റഡി ആവശ്യപ്പെടില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സൗദിയിൽ മരിച്ച വയനാട് സ്വദേശി ജയപ്രകാശിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയവുമായി ഇടപെട്ടതിനെ തുടർന്നാണ് നടപടി. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, ഏതായാലും അനിശ്ചിതത്വങ്ങൾക്ക് അവസാനം ഉണ്ടായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിനെ തുടർന്ന് തന്നെ ജയപ്രകാശിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. എപ്പോഴത്തേക്കും മൃതദേഹം എത്തിക്കാനാകുമെന്നാണ് കരുതുന്നത്? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് ഏതായാലും ഒരു അവസാനം വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി ഇടപെട്ടു. കേന്ദ്ര സിവിൽ ഏവിയേഷൻ വകുപ്പ് മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തും അയച്ചിരുന്നു. ഇത്തരത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള പുതിയ വ്യവസ്ഥകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കത്ത് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൗദിയിൽ മരണപ്പെട്ട വയനാട് സ്വദേശിയായിട്ടുള്ള ജയപ്രകാശിന്റെ മൃതദേഹം അത് നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് കോഴിക്കോടുള്ള വിമാനത്താവള അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആശയക്കുഴപ്പങ്ങളെല്ലാം നീങ്ങി മൃതദേഹം നാട്ടിലെത്തിക്കാൻ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. ഷീജ, 48 മണിക്കൂറിനകം സർട്ടിഫിക്കറ്റുകളൊക്കെ നൽകണമെന്നായിരുന്നു പുതിയ വ്യവസ്ഥ. തുടർന്നുള്ള സംഭവങ്ങളിലും ഇത് തുടരാനുള്ള സാധ്യതയുണ്ടോ, അതോ ഇത് പൂർണ്ണമായും ഈ നിയമം മാറ്റിയൊരവസ്ഥയാണുള്ളത്? ഇത് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന് കത്തയച്ചിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഉണ്ടായ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ജയപ്രകാശിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. എല്ലാ രേഖകളും നൽകിയിട്ടും പുതിയ വ്യവസ്ഥയുടെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നത്. ഈ സാഹചര്യത്തിൽ ഏതായാലും ജയപ്രകാശിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളായിട്ടുണ്ട്. മറ്റ് ഉള്ളവരുടെ കാര്യങ്ങളിലും ഈ പുതിയ വ്യവസ്ഥ പിൻവലിക്കണം എന്ന് തന്നെയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിലും അത്തരത്തിലൊരു അനുകൂല മറുപടി ലഭിക്കും എന്ന് തന്നെയാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ വ്യവസായ മേഖലയിൽ നിക്ഷേപിക്കാൻ സ്വകാര്യ സംരംഭകർ മടിക്കുന്നതായി കണക്കുകൾ. 1992 ശേഷം ഏറ്റവും കുറവ് നിക്ഷേപമുണ്ടായത് ഈ വർഷമാണ്. പദ്ധതി ചിലവുകളും കോർപ്പറേറ്റ് കമ്പനികൾ കുറയ്ക്കുന്നു. നിക്ഷേപ സാഹചര്യമില്ലെന്ന് വിലയിരുത്തൽ സ്വകാര്യ മേഖലയിൽ വൻ നിക്ഷേപം നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദത്തിനിടെയാണ് പുതിയ കണക്ക് പുറത്തുവന്നിരിക്കുന്നത്. രാജ്യത്തെ 1000-ഓളം വരുന്ന ലിസ്റ്റഡ് കമ്പനികൾ നടത്തിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ബിസിനസ് സ്റ്റാൻഡേർഡ് മാധ്യമം നടത്തിയ പഠനത്തിലാണ് ഇന്ത്യയിലെ വ്യവസായ വളർച്ച ആശങ്കയുണ്ടാക്കുന്ന വിധം തളരുന്നതായി കാണുന്നത്. പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ സ്വകാര്യ കമ്പനികൾ മടിച്ചു നിൽക്കുന്നു. 2016-17 സാമ്പത്തിക വർഷം ഇന്ത്യയിലുണ്ടായ പുതിയ നിക്ഷേപങ്ങൾ വെറും 5% മാത്രം. 9.4% വളർച്ച നേടിയിരുന്നതിൽ നിന്നാണ് നിക്ഷേപങ്ങൾ കുത്തനെ ഇടിഞ്ഞിരിക്കുന്നത്. 1992 ശേഷമുള്ള ഏറ്റവും വലിയ കുറവ്. They have taken data of 1000 non-financial firms. The increase in private investment in the year 2016-17 is the lowest since 1992. കഴിഞ്ഞ 25 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ നിക്ഷേപമുണ്ടായത് 2013-14 സാമ്പത്തിക വർഷം. 5.7 ലക്ഷം കോടി രൂപ പുതിയ പദ്ധതികൾക്കായി കോർപ്പറേറ്റുകൾ ചെലവഴിച്ചു. അതിനുശേഷം രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ മാറി. തൊട്ടടുത്ത സാമ്പത്തിക വർഷം മുതൽ വളർച്ച താഴോട്ട്. ഇപ്പോൾ അത് 2.07 ലക്ഷം കോടിയായി കുറഞ്ഞു. പുതിയ സാഹചര്യത്തിൽ റിസ്ക് ഏറ്റെടുക്കാൻ കോർപ്പറേറ്റുകൾ മടിക്കുന്നതാണ് പ്രധാന കാരണമെന്ന് പഠന റിപ്പോർട്ട് പറയുന്നു. ബാങ്കുകൾ നൽകുന്ന ലോണുകളിൽ വന്ന കുറവും വൻ പദ്ധതികളെ ബാധിക്കുന്നുണ്ട്. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇറാഖിലെ രണ്ടാമത്തെ വലിയ നഗരമായ മൊസൂൾ IS ഭീകരരിൽ നിന്നും ഇറാഖി സൈന്യം പൂർണ്ണമായും തിരിച്ചുപിടിച്ചു. 9 മാസം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് മൊസൂൾ ISൽ നിന്നും സൈന്യം തിരിച്ചുപിടിച്ചത്. സൈനികർ ആഹ്ലാദ പ്രകടനം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. മൊസൂൾ വീഴുന്നത് IS വിരുദ്ധ പോരാട്ടത്തിലെ നാഴികക്കല്ലാണ്. 9 മാസം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഇറാഖിലെ രണ്ടാമത്തെ വലിയ നഗരമായ മൊസൂൾ ISൽ നിന്നും സൈന്യം തിരിച്ചുപിടിച്ചത്.
സൈനികരുടെ പോരാട്ടം അന്തിമ വിജയത്തിലേക്കാണെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. മൊസൂളിന്റെ ഭൂരിഭാഗവും ഇറാഖ് സേന വിജയമുറപ്പിച്ചു. IS തീവ്രവാദികളെ പൂർണ്ണമായും തുരത്താനുള്ള പോരാട്ടം ഇനി ഏതാനും മീറ്ററുകൾ കൂടി പിടിച്ചെടുക്കുന്നതോടെ പൂർത്തിയാകും. ശക്തമായ ചെറുത്തുനിൽപ്പുകളെ വിഫലമാക്കിക്കൊണ്ടാണ് സേനയുടെ മുന്നേറ്റം. 100,000-ലധികം മനുഷ്യരെ മനുഷ്യകവചമാക്കിയായിരുന്നു മൊസൂളിൽ IS ഭീകരർ പിടിമുറുക്കിയിരുന്നത്. ഇതിനെതിരെ ഐക്യരാഷ്ട്ര സംഘടന രംഗത്ത് വന്നിരുന്നു. മൊസൂൾ കീഴടക്കിയാൽ സമീപത്തെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് IS ആക്രമണം തുടരുമെന്നാണ് സൂചന. 3 വർഷം മുൻപാണ് ആയിരക്കണക്കിന് IS ഭീകരർ മൊസൂൾ പിടിച്ചടക്കിയത്. ISന്റെ തലസ്ഥാനമെന്നറിയപ്പെടുന്ന മൊസൂളിലേൽക്കുന്ന തിരിച്ചടി IS എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ലോകം കാത്തിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്. വാണിജ്യ കാലാവസ്ഥാ നയങ്ങളിൽ ട്രംപിന്റെ നിലപാടിനെ വഴിക്കുവിട്ട് G20 ഉച്ചകോടിക്ക് സമാപനം. വിപണിയെ സംരക്ഷിച്ചു നിർത്താൻ ന്യായമായ നടപടികൾ സ്വീകരിക്കാമെന്ന പ്രമേയം ഉച്ചകോടി പാസാക്കി. ആഗോളതാപനത്തിന് പ്രധാന കാരണമായ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് തുടരാനുള്ള തീരുമാനത്തിനും ഉച്ചകോടി അംഗീകാരം നൽകി. ലോകത്തെ സാമ്പത്തിക ശക്തികളായ രാജ്യങ്ങൾക്കിടയിൽ ഐക്യം നിലനിർത്തുന്നതിനായി വാണിജ്യ കാലാവസ്ഥാ നയങ്ങളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് G20 ഉച്ചകോടി അംഗീകരിച്ചു. കാലാവസ്ഥാ വാണിജ്യ നയങ്ങളിൽ അഭിപ്രായ ഐക്യത്തിലെത്താൻ ഉച്ചകോടിക്കായില്ല. 2015 പാരീസ് ഉടമ്പടിയിൽ സ്വന്തം വഴിക്ക് പോകാനുള്ള US തീരുമാനത്തെ അംഗീകരിക്കുന്നതായി അംഗരാജ്യങ്ങൾ വ്യക്തമാക്കി. സമ്മേളനം പുറത്തിറക്കിയ 20 രാജ്യങ്ങൾ ഒപ്പിട്ട നയരേഖയിലാണ് ട്രംപിന്റെ വാദങ്ങളെ അംഗീകരിക്കുന്നതായി വ്യക്തമാക്കുന്നത്. വിപണിയെ സംരക്ഷിച്ചു നിർത്താൻ ന്യായമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉച്ചകോടി പാസാക്കിയ പ്രമേയത്തിൽ പറയുന്നു. ഉച്ചകോടിയിലെ ഭിന്നത വെളിവാക്കുന്നതാണ് പ്രമേയമെന്ന് ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കൽ പറഞ്ഞു. അതേസമയം ഫോസിൽ ഇന്ധനങ്ങളുടെ ഫലപ്രദമായ ഉപയോഗത്തിന് മറ്റു രാജ്യങ്ങളുമായി സഹകരിക്കാനുള്ള വാഷിംഗ്ടണിന്റെ താൽപര്യത്തെയും സമ്മേളനം അംഗീകരിച്ചു. വൻ പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെയാണ് G20 സമ്മേളനം നടന്നത്. 10,000 പ്രതിഷേധക്കാർ മാർച്ചിൽ പങ്കെടുത്തു. 2019 G20 ഉച്ചകോടി ജപ്പാനിലും 2020 സൗദി അറേബ്യയിലും നടക്കും. കാലാവസ്ഥാ ഉച്ചകോടി ഡിസംബർ 12 നടക്കും. ഇന്റർനാഷണൽ ഡെസ്ക്. കൊല്ലം ചക്കുവള്ളിയിൽ ഡിവൈഎഫ്ഐക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധം ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് തല്ലിപ്പിരിഞ്ഞു. CR മഹേഷ് പങ്കെടുത്ത പ്രതിഷേധമാണ് AI ഗ്രൂപ്പ് പ്രവർത്തകരുടെ പരസ്യ ഏറ്റുമുട്ടലിനെ തുടർന്ന് തല്ലിപ്പിരിഞ്ഞത്. ഇന്നലെ വൈകിട്ട് ശാസ്താംകോട്ട ചക്കുവള്ളിയിലാണ് സംഭവം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്നുവെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗമാണ് ഗ്രൂപ്പ് വഴക്കിൽ ഉപേക്ഷിച്ചത്. ചക്കുവള്ളി മയ്യത്തുങ്കര പള്ളിയുടെ കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനത്തിന് ഉമ്മൻചാണ്ടിയെ സംഘാടകർ ക്ഷണിച്ചിരുന്നു. എന്നാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശാസ്താംകോട്ട സുധീറിന്റെ പേര് നോട്ടീസിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് സുധീർ ഉമ്മൻചാണ്ടിയെ പിന്തിരിപ്പിച്ചുവെന്നും അതിനാൽ പ്രതിഷേധ യോഗത്തിൽ സുധീറിനെ പങ്കെടുപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് CR മഹേഷിന്റെ നേതൃത്വത്തിൽ I ഗ്രൂപ്പ് പ്രവർത്തകർ യോഗം നടത്താൻ അനുവദിച്ചില്ല. ഇവർ തമ്മിലുള്ള വാക്കേറ്റം കയ്യാങ്കളിയുടെ വക്കിലെത്തിയതോടെ പ്രതിഷേധ യോഗം പിരിച്ചുവിടുകയായിരുന്നു. അസഫിയ വർഷം കൊണ്ട് ഇരു ഗ്രൂപ്പുകളും വാക്കേറ്റവും നടത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പരസ്യ ഏറ്റുമുട്ടൽ കണ്ട് നാട്ടുകാരും അമ്പരന്നു. കാഞ്ഞിരവിള അജയകുമാർ, KSU ജനറൽ സെക്രട്ടറി സുഹൈർ അൻസാരി തുടങ്ങിയവരും വേദിയിലുണ്ടായിരുന്നു. CR മഹേഷിനെ യൂത്ത് കോൺഗ്രസിൽ തിരിച്ചെടുത്തത് A ഗ്രൂപ്പിനെ ചൊടിപ്പിച്ചിരുന്നു. AI ഗ്രൂപ്പ് തെരുവിൽ എത്തുന്ന തരത്തിൽ അകൽച്ച കൂടി. അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് I ഗ്രൂപ്പിനെ ദുർബലപ്പെടുത്താനുള്ള സഹന നീക്കങ്ങളും A ഗ്രൂപ്പ് ശക്തമാക്കിയതിന്റെ സൂചനയാണ് ഉമ്മൻചാണ്ടിയുടെ പിന്മാറ്റവും ചക്കുവള്ളിയിലെ തുടർ സംഭവങ്ങളും. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്വന്തമായി കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാതെ കാടിന്റെ മക്കൾ. വന്യമൃഗങ്ങളുടെ ശല്യം കാരണം വിതുര ചാത്തൻകോടുള്ള ആദിവാസികൾ വിശപ്പകറ്റുന്നത് കഞ്ഞി മാത്രം കുടിച്ചാണ്. കുടിലിന് സമീപത്ത് കൃഷി ചെയ്തിരുന്ന കപ്പയും ചേമ്പും ചേനയുമെല്ലാം ആനയും പന്നിയും നശിപ്പിച്ചു. വന്യമൃഗങ്ങളുടെ ശല്യം അകറ്റാനായി വനം വകുപ്പിന്റെ വൈദ്യുത ലൈനും ഇവിടെ തകർന്ന അവസ്ഥയിലാണ്. ഈ കുടിലുകളിൽ പുകയുന്നത് കാടിന്റെ മക്കളുടെ ജീവിതമാണ്. സ്വന്തമായി കൃഷി ചെയ്താണ് ഇവർ ജീവിച്ചു പോന്നത്. എന്നാൽ ഇന്ന് അതിനുള്ള മാർഗം പോലുമില്ലാതെ നിസ്സഹായരായി ജീവിക്കുന്നു. അത് ഓടിച്ചോർക്ക് തന്നെയാണ് പന്നിന്റെ മൂടാണ്. പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ കിടക്കുന്നത്. ഒന്നും ജോലിയൊന്നും തിന്നാൻ ഒക്കൂല. കണ്ട പന്നി നട വരെ പന്നി ഈ മ്ലാവ് എന്ന് പറയും. അപ്പൊ ആന ജാലെടുത്തു, അത് പകുതി ഏറ്റമ്മ എടുത്തോളൂ. എടുക്കാത്ത ഭാഗത്തൂടെ അത് കയറി ഇപ്പം ചെല്ലിയമ്മ ഒരു വക നട്ട് തിന്നാനൊക്കൂല. കാറ്റില് ചേന അല്ല കണ്ടെ നട വരെ. ഇത് തിരുവനന്തപുരം വിതുരയിലെ ചാത്തങ്കോട് ആദിവാസി സെറ്റിൽമെന്റിലെ അരുവിയും ഈച്ചിയും. ഇവർ ഇപ്പോൾ കഴിയുന്നത് കഞ്ഞി മാത്രം കുടിച്ചാണ്. കാരണം ഇവിടുത്തെ ആദിവാസികൾ കൃഷി ചെയ്ത കപ്പ, ചേമ്പ്, ചേന, വാഴ എന്നിവയെല്ലാം വന്യമൃഗങ്ങൾ ബാക്കി വെച്ചിട്ടില്ല.
ഈച്ചിയുടെ പ്രധാന ജോലി ഇപ്പോൾ ഇതാണ്. പന്നിയെയും മ്ലാവിനെയും ഓടിക്കാനായി പാട്ടയടിക്കുകയും തീയിടുകയും. വന്യമൃഗങ്ങളുടെ ശല്യമകറ്റാനായി വനം വകുപ്പിന്റെ വൈദ്യുതി ലൈൻ ഇവിടെ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ അതിന്റെ അവസ്ഥ പരിതാപകരമാണ്. തങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോയില്ലെങ്കിലും ഇവർക്ക് പരാതിയില്ല. അവരുടേതായ ലോകത്ത് ജീവിക്കണം. അതിന് സുരക്ഷ ഉറപ്പാക്കി തരണം. ഇത് മാത്രമാണ് കാടിന്റെ മക്കളുടെ ആവശ്യം. ക്യാമറാമാൻ അഖിലേഷിനൊപ്പം എസ് ഷീജ, തിരുവനന്തപുരം. വിദ്യാഭ്യാസ വായ്പാ കുടിശ്ശിക വന്നവർക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സഹായ പദ്ധതിയുമായി ബാങ്കുകൾ സഹകരിക്കണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി. വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയവർക്കായി സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക കൺവെൻഷൻ ഇടുക്കി ചെറുതോണിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ വായ്പാ കുടിശ്ശിക വന്നിട്ടുള്ളവർക്ക് 900 കോടി രൂപയുടെ ആശ്വാസ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആനുകൂല്യത്തിന് അർഹരായവർ ആരൊക്കെ, ഇവർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് സിപിഐഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രത്യേക കൺവെൻഷൻ സംഘടിപ്പിച്ചത്. വായ്പാ കുടിശ്ശിക വന്ന 100 കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്ത യോഗം മന്ത്രി എം എം മണി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ പ്രഖ്യാപിച്ച സഹായം അർഹതപ്പെട്ടവർക്ക് നൽകുന്നതിൽ ബാങ്കുകൾ വിമുഖത വെടിയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മനുഷ്യത്വപരമായ കാര്യങ്ങൾ കാണുന്നു എന്നതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഈ സൗജന്യങ്ങൾ പ്രഖ്യാപിക്കാൻ കാരണം. ബാങ്കിംഗ് മേഖലയിലെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ 14 ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പരിപാടിക്ക് സി വി വർഗീസ്, റോമിയോ സെബാസ്റ്റ്യൻ, പി എൻ വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പഠനത്തിന്റെ ഇടവേളകളിൽ വർണ്ണക്കുടകൾ നിർമ്മിക്കാൻ വിദ്യാർത്ഥികൾ. കാസർഗോഡ് ചന്ദ്രഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് പഠനത്തിനൊപ്പം തൊഴിൽ പരിശീലനം തേടുന്നതിന്റെ ഭാഗമായി കുട നിർമ്മിക്കുന്നത്. കൂടുതൽ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനം നൽകാനും സ്കൂൾ അധികൃതർ ആലോചിക്കുന്നുണ്ട്. കാസർഗോഡ് ചന്ദ്രഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രരചന അധ്യാപകനായി ഹരിശ്ചന്ദ്രൻ മാഷ് എത്തിയപ്പോൾ കുട്ടികൾ ഡ്രോയിംഗ് പഠനത്തിനൊപ്പം കുടനിർമ്മാണവും പഠിച്ചു. ഒഴിവുള്ള പീരിയഡുകളിലാണ് കുടനിർമ്മാണ പരിശീലനം. ഇങ്ങനെ നിർമ്മിക്കുന്ന കുടകൾക്ക് സ്കൂളിൽ തന്നെ ആവശ്യക്കാരുമുണ്ട്. വിപണിയിൽ 270 മുതൽ 300 രൂപ വരെ വിലയുള്ള കുട സ്കൂളിൽ 250 രൂപയ്ക്കാണ് വിൽക്കുന്നത്. കുട്ടികൾക്ക് തൊഴിൽ പരിചയം നൽകുകയാണ് കുടനിർമ്മാണം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് പരിശീലകനായ അധ്യാപകൻ ഹരിശ്ചന്ദ്രൻ പറഞ്ഞു. കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തൊഴിൽ മേഖല സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങിയിട്ടുള്ളത്. സ്കൂളിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ അവര് ജോലിയില്ല എന്ന് പറയുന്ന സംഭവം ഉണ്ടാകാൻ പാടില്ല. കുടനിർമ്മാണം പഠിച്ചതിലുള്ള ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികൾ. ഒരു ദിവസത്തിനുള്ളിൽ നമ്മൾ പഠിച്ചതിന് ഇപ്പൊ നല്ല പാങ്ങിൽ കൊട ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഏകദേശം ഒരു 100ഓളം കൊടകൾ ഉണ്ടാക്കിന് 20-25 ആളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. സ്കൂളിലത്തെ അധ്യാപകർക്ക് മാത്രമാണ് ഇപ്പോൾ കൊടുത്തത് കൊട. പുറത്ത് വിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുടകൾ വിറ്റുകിട്ടുന്ന ലാഭം ഉപയോഗിച്ച് സ്കൂൾ ചുമരുകളിൽ ചിത്രങ്ങളുടെ പെയിന്റിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നതായി ഹെഡ്മാസ്റ്റർ ബി ഇബ്രാഹിം പറഞ്ഞു. സ്കൂളിന്റെ ഒരു അന്തരീക്ഷം ഇല്ല. ഇത് ഇവിടെ വന്നിട്ടാകുമ്പോൾ മാത്രം ഒരു സ്കൂളുണ്ട് കാണുന്നത്. ഈ പുറമെ ഒരു നല്ല രീതിയിൽ കാണുന്ന ആകർഷകമായിട്ടാക്കാൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുടനിർമ്മാണത്തിന് പിന്നാലെ സോപ്പ് നിർമ്മാണം ഉൾപ്പെടെയുള്ള മറ്റ് തൊഴിൽ പരിശീലനങ്ങൾ നൽകാനും സ്കൂൾ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. RSS പ്രവർത്തകർ വെട്ടിക്കൊന്ന പയ്യന്നൂരിലെ CV ധൻരാജിന്റെ രക്തസാക്ഷിത്വത്തിന്റെ 1ാം വാർഷികാനുസ്മരണം MP രാജേഷ് MP ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൽ ആയിരങ്ങൾ അണിനിരുന്ന പ്രകടനവും പൊതുയോഗവും നടന്നു. പയ്യന്നൂർ കൊന്നരുവിൽ RSS പ്രവർത്തകർ വെട്ടിക്കൊന്ന CPIM പ്രവർത്തകൻ CV ധൻരാജിന്റെ രക്തസാക്ഷിത്വത്തിന്റെ 1ാം വാർഷികത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് യുവതി യുവാക്കളുടെ പ്രകടനം നടന്നു. രക്തസാക്ഷിത്വം അനുസ്മരണ പൊതുയോഗം MP രാജേഷ് MP ഉദ്ഘാടനം ചെയ്തു. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു എന്നത് വെറുതെ കേൾക്കാൻ കാതിനിമ്പം പകരുന്ന ഒരു മുദ്രാവാക്യം മാത്രമല്ല എന്നും RSSകാരന്റെ കുത്തേറ്റ് വഴുതി വീണ ഈ ഡിവൈഎഫ്ഐയുടെ ശുഭ്രപതാക അനാഥമായി പോകാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പതാക ഏറ്റുവാങ്ങാൻ 1000 കരങ്ങളാണ് ഇവിടെ ഉയർന്നു വരുന്നത്. കൊലക്കത്തിയുടെ ചരിത്രമാണ് RSSന്റേതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. RSSന് കൊലക്കത്തിയുടെ പാരമ്പര്യം മാത്രമേ ഉള്ളൂ. അവരിപ്പോഴും ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോഴും കൊലക്കത്തികൾ രാഗി മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഇരയെ തേടി കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരിയിൽ ഒരു കൊലപാതക ശ്രമത്തിൽ നിന്ന് അത്ഭുതകരമായി ശരീരം മുഴുവൻ വെട്ടി നുറുക്കിയിട്ടും അത്ഭുതകരമായി CPIMന്റെ പ്രവർത്തകൻ ശ്രീജൻ ബാബു ജീവൻ രക്ഷപ്പെട്ടത്. അതിനെയെല്ലാം ഡിവൈഎഫ്ഐ നെഞ്ചു വിരിച്ചു നിന്ന് നേരിട്ടത് ആയുധത്തിന്റെ ബലത്തിലല്ല, ആശയങ്ങളുടെ ബലത്തിലാണ്.
ഡിവൈഎഫ്ഐ നേതാക്കൾ AV രഞ്ജിത്ത്, ബിജു കണ്ടക്കൈ, M ഷാജർ, സരിൻ ശശി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വടക്ക് നോക്കി യന്ത്രം എന്ന സിനിമയുടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ കഥാപാത്രങ്ങളായ തളത്തിൽ ദിനേശനും ശോഭയും വീണ്ടും വെള്ളിത്തിരയിലേക്ക് എത്തുകയാണ്. ധ്യാൻ ശ്രീനിവാസൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിലാണ് ഇരു കഥാപാത്രങ്ങളും വീണ്ടും എത്തുന്നത്. ആദ്യമായി സംവിധായകന്റെ കുപ്പായമണിയുമ്പോൾ പ്രധാന കഥാപാത്രങ്ങളുടെ പേര് ധ്യാന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. നായകൻ തളത്തിൽ ദിനേശൻ, നായിക ശോഭ. അച്ഛൻ ശ്രീനിവാസന്റെ കഥാപാത്രങ്ങളിൽ ഏറെ പ്രിയപ്പെട്ടതിനാലാണ് ധ്യാൻ ഇരുവരെയും വീണ്ടും വെള്ളിത്തിരയിൽ എത്തിക്കുന്നത്. ദിനേശനായി നിവിൻ പോളിയും ശോഭയായി നയൻതാരയുമാണ് വേഷമിടുന്നത്. പുതിയ ചിത്രം വടക്കു നോക്കിയന്ത്രത്തിന്റെ രണ്ടാം ഭാഗമോ റീമേക്കോ അല്ലെന്ന് ധ്യാൻ പറഞ്ഞു. ചെറുപ്പം മുതലേ അച്ഛൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമകളൊന്നാണ് വടക്കു നോക്കിയന്ത്രം. അപ്പം ഞാൻ ക്യാരക്ടേഴ്സിന് അന്നു മുതലേ ഞാൻ പ്ലേസ് ചെയ്ത ക്യാരക്ടേഴ്സിൻ്റെ പേരായിരുന്നു ദിനേശനും ശോഭയും. അപ്പോൾ സിനിമയിൽ നമ്മുടെ കഥയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ രീതിയിൽ പഴയ ദിനേശിൻ്റെ കുറേ ഇൻഫ്ലുവൻസ് ഈ ദിനേശിനുണ്ട്, കുറേ കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ പക്ഷെ കഥ നമ്മൾ ഇതിൻ്റെ ഒരു സീക്വലോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ടോ ഒന്നുമല്ല. ചെന്നൈ പശ്ചാത്തലമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത്. ധ്യാൻ തന്നെയാണ് കഥയും തിരക്കഥയും. നടൻ അജു വർഗീസാണ് ചിത്രം നിർമ്മിക്കുന്നത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിലാണ് ചിത്രം പ്രഖ്യാപിച്ചത്. സൂപ്പർഹിറ്റ് ചിത്രം തട്ടത്തിൻ മറിയത്തിന്റെ 5ാം വാർഷികവും ചടങ്ങിൽ ആഘോഷിച്ചു. ശ്രീനിവാസൻ, നിവിൻ പോളി, ഷാൻ റഹ്മാൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വർണത്തിന് ഈടാക്കുന്ന GST പൂർണ്ണമായും പ്രത്യേക ഡിസ്കൌണ്ടായി ഉപഭോക്താക്കൾക്ക് തന്നെ തിരിച്ചു നൽകുമെന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇതിലൂടെ സ്വർണ്ണ വ്യാപാര രംഗത്ത് പുതിയ ഉപഭോക്തൃ സൗഹൃദത്തിന് മലബാർ ഗോൾഡ് തുടക്കമിടുകയാണെന്ന് ചെയർമാൻ MB അഹമ്മദ് അറിയിച്ചു. സ്വർണത്തിൽ ഇതിലൂടെ വലിയ വിലക്കുറവ് ഉണ്ടാകുമെന്നും GST സ്വർണ്ണ വ്യാപാര രംഗത്തിന് നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബില്ലില്ലാതെയുള്ള അനധികൃത വിൽപ്പനയ്ക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നും കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ MB അഹമ്മദ് പറഞ്ഞു. കമ്പനിയുടെ M കണക്ട് എന്ന മൊബൈൽ ആപ്പും വാർത്താ സമ്മേളനത്തിൽ പരിചയപ്പെടുത്തി. ഇരിങ്ങാലക്കുട ചുങ്കത്ത് ജ്വല്ലറിയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഈ വർഷത്തെ 10ാം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. 165 വിദ്യാർത്ഥികളാണ് ഇരിങ്ങാലക്കുട രൂപത മെത്രാൻമാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ച അനുമോദന ചടങ്ങിൽ ആദരിക്കപ്പെട്ടത്. ചുങ്കത്ത് ജ്വല്ലറി ഇരിങ്ങാലക്കുട ബ്രാഞ്ച് ആഘോഷങ്ങളുടെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി സംഘടിപ്പിച്ച സമ്മാന പദ്ധതിയുടെ ബമ്പർ നറുക്കെടുപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. ബമ്പർ സമ്മാനമായ ഡാഡ്സൺ റെഡിഗോ കാർ ഇരിങ്ങാലക്കുട സ്വദേശി സമീഷിനും ഹോണ്ട ആക്ടീവ സ്കൂട്ടർ ചന്ദ്രാപിന്നി സ്വദേശി ബാബിനും ലഭിച്ചു. ചുങ്കത്ത് ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ CP പോൾ, മാനേജിംഗ് ഡയറക്ടർ രഞ്ജിത്ത് പോൾ ചുങ്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.